എന്താണ് BBA ഏവിയേഷൻ? ഈ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം? ഏവിയേഷനും എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റും ഹൈബ്രിഡ് ഏവിയേഷനൊക്കെ ഒന്നാണോ? ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ ജോലി കിട്ടുമോ? ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കിട്ടാൻ എന്താണ് പഠിക്കേണ്ടത്? ഏവിയേഷൻ പഠിക്കാൻ പറ്റിയ സൗത്ത് ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഏതൊക്കെയാണ്? +2 എത്ര % മാർക്ക് ഉണ്ടെങ്കിലേ BBA ഏവിയേഷൻ അഡ്മിഷൻ കിട്ടൂ? ഏവിയേഷൻ പഠിച്ചാലുള്ള ജോലി സാധ്യതകളും സാലറിയും എങ്ങനെയാണ്? ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഇതിനെല്ലാം ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. BBA ഏവിയേഷൻ എന്ന കോഴ്സിന് കേരള, തമിഴ്നാട്, കർണാടക ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുന്നതോടൊപ്പം തന്നെ നല്ല യൂണിവേഴ്സിറ്റികളിലേക്കും നല്ല കോളേജുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായി 8072918097 എന്നെൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 100% ഉത്തരവാദിത്തത്തോടുകൂടി നല്ല കോളേജുകളിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുത്തു തരുന്നതായിരിക്കും. BBA എന്നാൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന 3 വർഷത്തെ UG ഡിഗ്രി പ്രോഗ്രാമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാനേജ്മെന്റ്, ബിസിനസ്, കൊമേഴ്സ് മേഖലയിലേക്കുള്ള ഒരു എൻട്രി ലെവൽ കോഴ്സാണ് BBA എന്ന് പറയുന്നത്. ഒരുവിധ കമ്പനികളിലും സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് ഹയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ BBAക്കൊപ്പം ഏതെങ്കിലും സ്പെസിഫിക് ഫീൽഡിൽ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യുന്ന ആഡ് ഓൺ കോഴ്സുകളെ ചേർത്ത് വേണം നമ്മൾ പഠിക്കാൻ. അതായത് BBA ഏവിയേഷൻ, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, HR അഥവാ ഹ്യൂമൻ റിസോഴ്സ്, ഹൈബ്രിഡ് ഏവിയേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IT അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, ഇത്തരത്തിൽ പലതും BBAക്കൊപ്പം പഠിക്കാൻ പറ്റുന്ന ആഡ് ഓൺ കോഴ്സുകളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് പേര് അഡ്മിഷൻ നോക്കുകയും ചെയ്യുന്ന ഫീൽഡ് തന്നെയാണ് ഏവിയേഷൻ. ഏവിയേഷൻ ജോബ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. നമ്മൾ എന്നും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതും പുതിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഏവിയേഷൻ പഠിച്ചവർക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഏവിയേഷൻ മാനേജ്മെന്റ് സിലബസിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് ആണ്. ഏവിയേഷൻ മാനേജ്മെന്റ് എല്ലാ ബേസിക്കും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഏവിയേഷൻ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എയർലൈൻ കോഡുകളെക്കുറിച്ചും എയർപോർട്ട് കോഡുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺസെപ്റ്റിനെ കുറിച്ചും ടൈം കാൽക്കുലേഷനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതായത് പല രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടിനെയാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ടൈം കാൽക്കുലേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. അടുത്ത ടോപ്പിക്കാണ് ചെക്കിങ്സ് എന്ന് പറയുന്നത്. പാസഞ്ചേഴ്സ്, വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ചെക്കിങ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി പറയാനുള്ളത് പാസഞ്ചർ സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. എയർപോർട്ടിൽ പല ഘട്ടങ്ങളിലായിട്ട് പാസഞ്ചേഴ്സിന് അസിസ്റ്റന്റിന് ആവശ്യമായി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാസഞ്ചേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ടോപ്പിക്. അതുപോലെ തന്നെ എയർപോർട്ടിനകത്തെ ഫുഡ് റിലേറ്റഡ് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അടുത്ത സെക്ഷനാണ് ട്രാൻസിറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ എടുക്കാറില്ലേ? അതായത് ഫോർ ആൻ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകാമെന്ന് വെക്കുക. നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്ന് മുംബൈയിലോ ബാംഗ്ലൂരോ ഒക്കെ ഇറങ്ങിയതിന് ശേഷം അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ ദുബായിലേക്ക് പോവുക. ഈ സാഹചര്യത്തിൽ ഡൽഹി അല്ലെങ്കിൽ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ അറൈവൽ, സെക്യൂരിറ്റി, എമിഗ്രേഷൻ, ബോർഡിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതിനിടയിൽ പാസഞ്ചേഴ്സിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ട്രാൻസിറ്റ് ലോഞ്ച് ഉണ്ടായിരിക്കും. ഈ ലോഞ്ചിൽ പാസഞ്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള സീറ്റിംഗ്, റെസ്റ്റ് റൂം, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ലോഞ്ചിനുള്ള പാസഞ്ചേഴ്സിന് അവരുടെ നെക്സ്റ്റ് ഫ്ലൈറ്റിന്റെ ടൈം സ്ക്രീൻ നോട്ടിഫിക്കേഷനായി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാൻസിറ്റ് ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബാഗേജ് ഹാൻഡ്ലിംഗ്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബാഗേജ് കണക്ഷൻ ടൈം, ബാഗേജ് ടാക്സ്, ബാഗേജ് റൂൾസ്, അതേപോലെ ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേപോലെ ബാഗേജ് ലോസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്തതാണ് ബോർഡിംഗ് പാസ്, ഫ്രീക്വന്റ് ഫ്ലയേഴ്സിന് കൊടുക്കുന്ന പ്രയോറിറ്റി, അതുപോലുള്ള കാര്യങ്ങളും ബിസിനസ് ക്ലാസ് ഫ്ലയേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് ബോർഡിങ്ങിലാണ്. അടുത്താണ് ലോഞ്ച് സർവീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് റെസ്റ്റ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലമാണ് ലോഞ്ച് എന്ന് പറയാം. ഈ ലോഞ്ചിൽ പല ടൈപ്പ് ഓഫ് ജോബ് റൂൾസ് വരുന്നുണ്ട്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് റാമ്പ്. ഒരു എയർക്രാഫ്റ്റ് വന്നിറങ്ങിയാൽ അതിന്റെ ടൈമിംഗ്, ബാഗേജ് എയർപോർട്ടിൽ എത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തത് ഈ റാമ്പിലെ സ്റ്റാഫുകളാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സേഫ്റ്റി. പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി മാത്രമല്ല കേട്ടോ, സ്റ്റാഫ്സിന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ കുറിച്ചും അതിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ പറഞ്ഞ എല്ലാ സെക്ഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫുകളാണ്. ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോകുന്ന മേജർ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ ഡ്രീമാണ് ക്യാബിൻ ക്രൂ. ഏവിയേഷൻ സെക്ടറിലെ ജോബ് റോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കോഴ്സാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്ന് പറയാം. പൈലറ്റ് ഓർ കോ പൈലറ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കോക്പിറ്റിന്റെ പുറത്ത് നടപ്പിലാക്കുന്നത് ക്യാബിൻ ക്രൂ പഠിച്ചവരാണ്. അതുപോലെ തന്നെ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി കംഫർട്ട്സ് എല്ലാം തന്നെ ക്യാബിൻ ക്രൂ പഠിച്ചവരുടെ ഡ്യൂട്ടിയാണ്.
നല്ല യൂണിവേഴ്സിറ്റികളിലേക്കും നല്ല കോളേജുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായി 8072918097 എന്നെൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 100% ഉത്തരവാദിത്തത്തോടുകൂടി നല്ല കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും.